എന്താണ് ഹൈ ബീം അസിസ്റ്റ്? നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഹൈ ബീം അസിസ്റ്റിനെ കുറിച്ച്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഹുണ്ടായുടെ 2 സോൺ എന്ന് പറയുന്ന വാഹനമാണ്. എന്നാൽ ഈ വാഹനത്തിന് മാത്രമല്ല ഈ ഒരു ഫീച്ചറുള്ള, പല വാഹനങ്ങളിലും ഈ ഫീച്ചറുണ്ട്. എന്നാൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും റോഡ് വിസിബിലിറ്റി അഥവാ നമ്മുടെ റോഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റോഡ് കാണാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പലപ്പോഴും ഹൈ ബീം യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വാഹനത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിലോട്ടും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾ ഹൈ ബീം അടിക്കുമ്പോഴാണ്. എന്നാൽ ഇങ്ങനെ ഹൈ ബീം യൂസ് ചെയ്യാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുന്ന സമയത്ത് ഹൈ ബീം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുന്നൊരു ഫീച്ചർ ഉണ്ടെങ്കിലോ, അതായത് നമ്മളിപ്പോൾ ഹൈ ബീം ഇട്ടാണ് യാത്ര ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾ ഡിമ്മിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ ഇട്ടുകൊണ്ടാണ് വരുന്നതെന്ന് കൂട്ടുക, അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ ഹൈ ബീം ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മായാലോ, ഈ ഒരു ഫീച്ചറിനെയാണ് ഹൈ ബീം അസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതായാലും ഞാൻ ഈ യൂസ് ചെയ്യുന്ന വാഹനവും കഴിഞ്ഞ ദിവസം ഞാനൊരു ഡ്രൈവ് പോയായിരുന്നു. ക്രെറ്റ EVയിലൊരു ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് രാത്രി ഓടിച്ചപ്പോഴാണ്. കാരണം രാത്രി ഓടിച്ച സമയത്ത് ഭയങ്കര കാര്യമായിട്ട് അത് ഓട്ടോ ഡിമ്മിങ് ആകുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഹൈ ഇട്ട് ഓടിക്കേണ്ടി വന്നു. ഹൈ റേഞ്ച് ആയിരുന്നു. ഹൈ റേഞ്ച് ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരുമ്പോൾ ഇത് തന്നെ ഡിമ്മായി കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും അന്നേരം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ട്. ആ ക്ലിപ്പെല്ലാം ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇനി ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ ഉള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ ഇത് അഡീഷണൽ ഫീച്ചറായിട്ട് ഫിറ്റ് ചെയ്യാനും സാധിക്കും. അഡീഷണൽ ഒത്തിരി കമ്പനീസ് ഇത് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കത് മേടിക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെ എടുക്കാൻ നോക്കുക. ജെന്യുവിൻ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കമ്പനി ഫിറ്റഡ് ഏതായാലും കിട്ടത്തില്ല. ജെന്യുവിൻ എന്ന് ഉദ്ദേശിച്ച മാർക്കറ്റ് വാല്യൂ ഉണ്ടോ, പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വാഹനത്തിൽ അത് ഫിറ്റ് ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം അത് വേറെ പണി വരാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്.